വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത്. കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മാധവും. മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേയുള്ളൂ. സുരേഷ് ഗോപിയുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ്. എന്നാൽ പലപ്പോഴും വിമർശനങ്ങളും മാധവിനെതിരെ വരാറുണ്ട്. ചിലർ മാധവ് ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാധവ് അഹങ്കാരിയാണെന്ന് വിമർശിക്കുന്നു. താരപുത്രന്റെ സംസാര രീതിയെയാണ് വിമർശകർ എതിർക്കുന്നത്. സിനിമാ ലോകത്ത് ദിലീപ്, ജയറാം എന്നീ താരങ്ങളുടെ കുടുംബവുമായി വലിയ ആത്മബന്ധം മാധവിനും കുടുംബത്തിനുമുണ്ട്. ഇതേക്കുറിച്ച് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. മാധവ് കുട്ടിക്കാലത്തെ കാവ്യയെ കാണുന്നുണ്ട്. അക്കാലത്തെ മുൻനിര നായികയായിരുന്നു കാവ്യയോട് കൊച്ചുകുട്ടിയായ മാധവിന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് കാവ്യയും സുരേഷ് ഗോപിയും ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. കുട്ടിയായിരുന്ന മാധവ് റൂമിലേക്ക് വന്ന് രസകരമായി സംസാരിച്ചതിനെ കുറിച്ചാണ് കാവ്യ സംസാരിച്ചത്. ഇക്കാര്യം ഇന്നും കാവ്യയുടെ മനസ്സിലുണ്ടെന്ന് മാധവ് പറയുന്നു. ഈ സംഭവം കാരണം കാവ്യ ചേച്ചിയുടെ മനസ്സിൽ എനിക്ക് എന്നും സോഫ്റ്റ് കോർണർ ഉണ്ട്. ഞാൻ ആദ്യമായി ഫാനായ നടൻ ദിലീപ് അങ്കിളാണ്. 4-5 വയസ്സുള്ളപ്പോൾ CID മൂസ എപ്പോഴും കാണുമായിരുന്നു. ഇന്നും എനിക്ക് ആ സിനിമ കണ്ടാൽ ബോർ അടിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ ദിലീപ് അങ്കിളാണ് ഏറ്റവും വെർസറ്റൈലായ ആക്ടർ. ഏത് റേഞ്ചിലുള്ള റോളും ഏത് ടൈപ്പ് റോളും അതിന്റെ ജസ്റ്റിസ് കൊടുത്ത് വൃത്തിയായി ചെയ്യും. തുടരെ 32 ഹിറ്റുകൾ അദ്ദേഹത്തിനുണ്ട്. നിസ്സാര കാര്യമല്ല. രണ്ടാമത് വരുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളാണ്. ആ റെക്കോർഡ് മറ്റാർക്കും തകർക്കാനായിട്ടില്ല എന്നും മാധവ് സുരേഷ് പറയുന്നു. ജയറാം അങ്കിളിനും ഫാമിലിക്കും ഒപ്പമാണ് സിനിമാ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്. പാർവതി ജയറാം അച്ഛന്റെ സഹോദരിയെ പോലെയാണെന്നും അപ്പച്ചി എന്നാണ് വിളിക്കാറെന്നും മാധവ് സുരേഷ് പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരം താങ്ങാവുന്നവരാണ് 2 കുടുംബങ്ങളെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി. ദിലീപിന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചും മാധവ് സുരേഷ് സംസാരിച്ചിരുന്നു. എന്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും. എന്റെ വളരെ നല്ല സുഹൃത്താണ് മീനാക്ഷി. സംഭാഷണങ്ങൾ ബുദ്ധിമുട്ടല്ല. വളരെ ശാന്തമായ പ്രകൃതക്കാരിയാണ്. ഞാൻ അങ്ങനെയല്ല. എന്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തരാണ്. അതേപോലെ വളരെ നല്ല ഫ്രണ്ടാണ്. ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെ മക്കളാണെന്ന കാര്യം കണക്ട് ചെയ്താണ് ഗോസിപ്പുകൾ വരുന്നത്. ഞങ്ങൾ 2 പേരുടെയും പ്രായം 25 ആണ്. വിനോദത്തിന് വേണ്ടി വരുന്ന ഇത്തരം ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു. തന്റെ പ്രണയത്തെക്കുറിച്ചും മാധവ് പറഞ്ഞിരുന്നു. എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല. എന്ന് വെച്ച് ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയല്ല. അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം. ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല. ഉപദേശം തരും, പൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല. ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഭാഗ്യയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു. ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. ശ്രേയസിനെ 9 വർഷമായി അറിയാം. നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പോയിൽ ആയിട്ടുള്ളയാളാണ് ഭാവനിയാണ്. അതിനുശേഷം ഞാനും ഒരു 3-4 വർഷം മുൻപ് വളരെ അധികം സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും. ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. അച്ഛന്റെയും അമ്മയെയും റിലേഷൻഷിപ്പ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവരും, അമ്മ അത് നിലനിർത്തും എന്നും മാധവ് പറഞ്ഞു. സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു എന്നാണ് മാധവ് നേരത്തെ പറഞ്ഞിരുന്നത്. 19-ാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു. 22 വയസ്സായപ്പോൾ ആണ് ഞാൻ JSK എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത്. ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിനെ റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല. സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ്. വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിൽ എത്തിയത് എന്നുമാണ് മാധവ് പറയുന്നത്. എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ്. അങ്ങനെയുള്ളത് കൊണ്ട് അഭിനയം എന്ന പ്രൊഫഷനെ കൊണ്ട് തനിക്കെന്നും റെസ്പെക്ട് ഉണ്ടാകുമെന്നും മാധവ് പറഞ്ഞു. അടുത്തിടെ ജാനകി വിസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലെ പെരുമാറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകൾ നേരിട്ടിരുന്നു മാധവ് സുരേഷിന്. സുരേഷ് ഗോപിക്ക് പിറകിൽ ഇരുന്നിരുന്ന യുവ നടൻ ട്രെയിലർ പ്രദർശനം തുടങ്ങിയതോടെ മുന്നോട്ട് വന്ന് തന്റെ അച്ഛന്റെ കാൽ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. മാധവ് സുരേഷ് കാണിക്കുന്നത് അമിത വിനയമാണെന്നും ക്യാമറകൾ കാണുമ്പോൾ മാത്രമാണ് ഈ പ്രകടനമെന്നും കാണിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ താരപുത്രനെ ട്രോളുകൾ കൊണ്ട് മൂടി. ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരനെ അനുകരിക്കുന്ന തരത്തിലുള്ള സംസാരവും ശരീരഭാഷയും ഇൻസ്റ്റഗ്രാം യൂസർ നെയിമും പോലും മാധവിന് വിനയായി തീർന്നിരുന്നു.
പൃഥ്വിരാജിനെയും തന്നെയും താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ചും തനിക്ക് വരുന്ന വിമർശനങ്ങളെക്കുറിച്ചും മാധവ് സംസാരിച്ചിരുന്നു. ആക്ടേഴ്സ് അവർക്ക് വേണ്ടി നിലനിൽക്കേണ്ടതിന്റെ ഉദാഹരണമാണ് രാജുവേട്ടൻ. സെൽഫ് റെസ്പെക്ട് ക്ലിയർ ആണ്. വിമർശനവും വൾഗാരിറ്റിയും ഉണ്ട്. എനിക്ക് വളർച്ചയുണ്ടാകാനുള്ള വിമർശനമാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. അച്ഛന്റെ രാഷ്ട്രീയം വെച്ച് തന്നെ വിമർശിക്കുന്നത് ശരിയല്ലെന്ന് മാധവ് സുരേഷ് പറഞ്ഞു. ഒരു കാര്യം പറയുമ്പോൾ സെൻസ് വേണം. വഴക്കിടുന്നത് ഇഷ്ടമല്ല, എങ്കിലും പരിധി വിടുമ്പോൾ കമന്റുകൾക്ക് മറുപടി നൽകാറുണ്ടെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി. എന്നാൽ അച്ഛൻ BJP മന്ത്രിയായതുകൊണ്ടാണ് തനിക്കെതിരെ ഹേറ്റ് കമന്റുകൾ വരുന്നതെന്നും തന്നെ ട്രോൾ ചെയ്യുന്നവരോട് ദേഷ്യമില്ല എന്നും മാധവ് കൂട്ടിച്ചേർത്തു. അവരുടെ വിലപ്പെട്ട സമയം എന്നെ ശ്രദ്ധിക്കാനും എന്നെ ട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. എന്നെ ഞാൻ ആക്കിയത് എന്റെ കുടുംബമാണ്. ഒരു കാരണവുമില്ലാതെ ഞാൻ ആരോടും വഴക്കുണ്ടാക്കാറില്ല. ഒരാളോട് മോശമായി പെരുമാറിയിട്ട് അവരിൽ നിന്ന് നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. എന്റെ അച്ഛൻ BJP മന്ത്രിയായത് ഈ നാട്ടിൽ പലർക്കും സഹിക്കുന്നില്ല. അതാണ് അച്ഛനോടും ഞങ്ങളോടുമൊക്കെ ആൾക്കാർക്ക് വെറുപ്പ് തോന്നുന്നത് എന്നും മാധവ് സുരേഷ് ആരോപിച്ചു. പുതിയ കാറ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട കമന്റുകളെ കുറിച്ചും താരം പ്രതികരിച്ചിരുന്നു. അച്ഛനാണോ മോനാണോ എടുത്തത്, സ്വന്തം കാശിനായാൽ കൊള്ളാമായിരുന്നു എന്നാണ് അന്ന് വന്ന കമന്റ്. ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം. ലോൺ എടുത്താണ് ഞാൻ വണ്ടി എടുത്തത്. ഞാൻ പണിയെടുത്ത് അടയ്ക്കണം. അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് പണി എടുക്കണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടി ഉണ്ടെന്ന് മാധവ് സുരേഷ് പറയുന്നു. എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചത് അച്ഛന്റെ റിട്ടയർമെന്റ് ലൈഫിനാണ്, അല്ലെങ്കിൽ എന്റെ പെങ്ങൾമാരുടെ കല്യാണം നടത്താനാണ്. അത് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും. അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ലെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ബിൽഡ് ചെയ്യണമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി. അതേസമയം തന്നെയും നടൻ സന്ദീപ് പ്രദീപിനെയും പറ്റി വന്ന താരതമ്യത്തെ പറ്റിയും മാധവ് സുരേഷ് പറഞ്ഞിരുന്നു. പടക്കളത്തിൽ താനായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടിരുന്നുവെന്നും അത്തരം പോസ്റ്റുകൾ സന്ദീപ് ചെയ്തതിനെ അനാദരിക്കുന്നത് പോലെയാണെന്നും മാധവ് അഭിമുഖത്തിൽ പറഞ്ഞു. പടക്കളം എന്ന സിനിമയിലെ സന്ദീപിന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 2-3 ഫേസ്ബുക്ക് പേജുകൾ മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കുമെന്നുള്ള പോസ്റ്റ് കണ്ടു. സന്ദീപ് ചെയ്ത വർക്കിനോടുള്ള അനാദരവായാണ് ഞാനത് കണ്ടത്. പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുക, താരതമ്യം നിർത്തുക. അത്തരമൊരു പോസ്റ്റ് പങ്കുവച്ച് ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനിടയിൽ വന്ന കമന്റുകൾ നിങ്ങൾ തന്നെ PR ചെയ്യുന്നതല്ലേ എന്നാണ്. സന്ദീപിന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അഭിനന്ദിക്കാം, വിമർശിക്കാം, എന്നാൽ താരതമ്യം ചെയ്യരുത് എന്നും താരപുത്രൻ കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന മാധവിന്റെ ചിത്രം. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികയാവുന്നത്. പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, മാധവ് സുരേഷ് ഗോപി, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയി മാത്യു എന്നിവരും അഭിനയിക്കുന്നുണ്ട്.